ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ മടുത്തുനിന്നറിയാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണ്. സാധനമല്ല, നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു ആളെയും കൂടെ ചേർക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് വണ്ടിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ റോഡൊക്കെ കണ്ടില്ല, നല്ല അടിപൊളി റോഡാണ്. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിലൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ് വരാൻ ഇനി ഒരു 5 മിനിറ്റ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ നടക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റോപ്പിൽ നേരെ ബസ്സൊക്കെ കയറി നമ്മൾ നേരെ പോവുകയാണ്. അങ്ങനെ അച്ഛനും ഏട്ടനും ഞാനും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. ഇതേ കവറൊക്കെ കൊടുക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, അതിനകത്ത് കുടയാണ്. കാരണം മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഹോണ്ടേൻ്റെ ഷോറൂമിലേക്കാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ബൈക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഓൾറെഡി ബൈക്ക് ഉണ്ടെങ്കിലും ഒന്നും കൂടെ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപാടെ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് പൊക്കിയത് മുടി തൊടുന്നുണ്ട്. അതെൻ്റെ ഒരു ശീലം മാത്രമല്ല, എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ക്യാമറ കണ്ടാൽ മുടിയിൽ കൈവച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകും. അവസാനം ഞാൻ എൻ്റെ അച്ഛനെയും കൂടെ ഒന്ന് വിറപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള വണ്ടികളൊക്കെ അവർ പോയി നോക്കുമായിരുന്നു. അങ്ങനെ അവിടെ ചേട്ടന്മാർ വന്നിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അവർ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ സമയം അച്ഛൻ അവിടെ പേപ്പറൊക്കെ വായിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? എന്ത് തോന്നാത്ത അച്ഛൻ എന്താ തോന്നുന്നു? അച്ഛനൊന്നും തോന്നണില്ല അത്ര. എൻ്റെ എക്സ്പ്രഷൻ കാണാൻ ഫൈനലി ആ മൊമെൻ്റ് എത്തിയിരിക്കുകയാണ്. ആ തുണിയൊക്കെ ഇങ്ങനെ ക്ലോത്തൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ. പക്ഷെ കാർ വാങ്ങിക്കുമ്പോൾ എനിക്കത് ഓർമ്മയില്ല, അതങ്ങനെ വലിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. മേ ബി എല്ലാ ഷോറൂമിലും ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കയറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ അവിടെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചായ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് അവർ ലൈമ് കിട്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവനെ കൊണ്ട് റിവ്യൂ എടുപ്പിക്കുകയാണ് അവർ. ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞാൽ ഒരിക്കലും പറയാത്തവനാണ്. അവിടെ അതേ കയ്യും കെട്ടിയിരുന്ന് വൃത്തിക്ക് എല്ലാം പറയുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ കുറച്ച് കുശുമ്പ് തോന്നി. പിന്നെ നമ്മളതേ വണ്ടിയൊക്കെ ഇറക്കി. അച്ഛൻ അവിടെ നേരെ കടയിലേക്ക് പോയി. പിന്നെ നമ്മൾ അവിടെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതേ സ്പീഡൊക്കെ കൂടുന്നുണ്ടായിരുന്നു, നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു. പുതിയ വണ്ടിയാകുമ്പോൾ ആ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ ഒടുക്കത്തെ കാറ്റായതുകൊണ്ട് ഞാൻ റിബൺ എടുക്കാനും മറന്നുപോയി. ഏതൊരു വണ്ടി എടുത്താലും ഫസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച ശേഷം മാത്രമേ നമ്മൾ വീട്ടിലേക്ക് പോകണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് പെട്രോളൊക്കെ അടിച്ച ശേഷമാണ് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ, വിളക്കെണ്ണ, അതുപോലെ അങ്ങനത്തെ അമ്പലത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തിരി പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഇനി അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 12 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നേരെ നാരങ്ങ വെച്ചിട്ട് ജസ്റ്റ് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് സെൻറ്റർ പൊസിഷൻ നോക്കി നടക്കുകയായിരുന്നു. അപ്പുറത്ത് തൊട്ട സൈലൻസറിൽ മുട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് കൈ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.